വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് 3ലുള്ള എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ് എന്ന് പറയുന്ന സ്റ്റോറിയാണ്. ഈ സ്റ്റോറീൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഒരു സ്കൂളിൽ നിന്ന് സമ്മർ വെക്കേഷൻ കഴിയാൻ പോകുന്ന സമയത്ത് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൽ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത്, മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത് ടോട്ടോ ചാനാണ്. അപ്പോൾ ടോട്ടോ ചാനും അവളുടെ ഫ്രണ്ട്സും അതേപോലെ 1st സ്റ്റാൻഡേർഡ് ടു 6th സ്റ്റാൻഡേർഡ് വരെയുള്ള എല്ലാ കുട്ടികളും സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോവുകയാണ്. പോകുന്നത് ഹോട്ട് സ്പ്രിങ്ങിലേക്കാണ്. ഹോട്ട് സ്പ്രിങ് എന്താണ്, എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവർ പോകുന്ന സമയത്ത് ഇവർ ഷിപ്പിലും അതേപോലെ ട്രെയിനിലും ഒക്കെയാണ് യാത്ര ചെയ്യുന്നത്, ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ഹെഡ് മാസ്റ്റർ ഇവരോട് ഒരേ ഒരു കാര്യമാണ് ഇൻസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഇവരെ ഒരാളെ പോലും മിസ്സാവുന്ന സാഹചര്യം ഉണ്ടാവരുത്, വെൽ ബിഹേവ്ഡ് ആയിരിക്കണം എല്ലാവരും. ഈ ഒരു കാര്യമാണ് ഹെഡ് മാസ്റ്റർ ഇവരോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഈ ടോട്ടോച്ചാനും അവരുടെ ഫ്രണ്ട്സും കൂടെ എവിടേക്ക് പോവുകയാണ്, നമ്മളുടെ സ്പ്രിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ ടോട്ടോച്ചാൻ പഴയ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് അത്ര നല്ല കുട്ടിയൊന്നും ആയിരുന്നില്ല. അതായത് അവളുടെ ബിഹേവിയറും കാര്യങ്ങളൊന്നും അത്ര നല്ലതായിരുന്നില്ല. പക്ഷേ ഇവിടെ ടുമോലുള്ള സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ഒരു പ്രസൻസും കാര്യങ്ങളൊക്കെ കൊണ്ട് അവളുടെ സ്വഭാവം നല്ലപോലെ മാറുകയും വെൽ ബിഹേവ്ഡ് ആവുകയും ചെയ്യുകയാണ്. അപ്പോൾ അതുവരെയാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പേജ് നമ്പർ 61 ആണ്. നമുക്ക് നോക്കാം. Numazu, they embarked on a ship that was just like what they had all dreamed about. അപ്പോൾ അറ്റ് നുമാസുവിൽ വെച്ചിട്ട്, അതൊരു സ്ഥലമാണ്, അവിടെ വെച്ചിട്ട് ദേ എംബാക്ഡ് ഓൺ എ ഷിപ്പ്. എംബാക്ഡ് മീൻസ് കയറി, എവിടെ, ഓൺ എ ഷിപ്പിൽ കയറി എന്നുള്ളതാണ് മീനിങ്. ദാറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് വാട്ട് ദേ ഹാഡ് ഓൾ ഡ്രീംഡ് അബൌട്ട്. അപ്പോൾ അവരെല്ലാവരും സ്വപ്നം കണ്ടതുപോലെയുള്ള ഒരു ഷിപ്പ് തന്നെയായിരുന്നു അത്. ഇറ്റ് വാസ് ഇൻ എ ബിഗ് ഷിപ്പ്. അതൊരിക്കലും ഒരു വലിയ ഷിപ്പൊന്നും ആയിരുന്നില്ല, ഒരു മീഡിയം ഷിപ്പ്. ബട്ട് ദേ വർ ഓൾ സോ എക്സൈറ്റഡ് ദാറ്റ് ദേ ഇൻസ്പെക്റ്റഡ് എവറി കോർണർ ഓഫ് ദ ഡെക്ക്. അപ്പോൾ ഈ ഒരു കുട്ടികൾ ആദ്യമായിട്ടാണ് ഷിപ്പിൽ കയറുന്നത്. സോ അതുകൊണ്ട് അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റ് അവരിൽ എല്ലാവരിലും ഉണ്ടായിരുന്നു. അപ്പം ദേ ഇൻസ്പെക്റ്റഡ് എവറി കോർണർ ഓഫ് ദ ഡെക്ക്. ഡെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പലിൻ്റെ മേൽത്തട്ട് എന്നുള്ളതാണ് മീനിങ്. അപ്പോൾ ഇവർ ഈ ഒരു കപ്പലിൻ്റെ മേൽത്തട്ടെല്ലാം പരിശോധിക്കുന്നുണ്ടായിരുന്നു. ഇൻസ്പെക്റ്റ് എന്ന് വെച്ചാൽ പരിശോധിക്കുക. പുള്ളിങ് അറ്റ് ആൻഡ് പോക്കിംഗ് ദെയർ ഹാൻഡ്സ് ഇൻ ടു എവറിത്തിങ്. അപ്പോൾ പുള്ളിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിക്കുക, പോക്കിംഗ് മീൻസ് ഇങ്ങനെ ഇടിക്കുകയൊക്കെ ചെയ്യുന്നതിനാണ് പോക്കിംഗ് എന്ന് പറയുക. അപ്പോൾ ഇവർ അവിടെ ഇവിടെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വലിക്കുകയും അതുപോലെ കൈകൊണ്ട് ഇങ്ങനെ തോണ്ടി നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർ ആദ്യമായിട്ടാണല്ലോ ഷിപ്പിൽ കയറുന്നത്. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് സൂൺ ദ സീ ബിക്കെയിം റഫ്. അപ്പോൾ ഈ പോകെ അതായത് ഷിപ്പ് കടലിലേക്ക് ഉള്ളിലേക്ക് പോകുന്നതിനനുസരിച്ച് സീ ഇങ്ങനെ റഫായി കൊണ്ടിരുന്നു. ടോട്ടോച്ചാൻ ബിഗാൻ ടു ഫീൽ സിക്ക്. അപ്പോൾ ടോട്ടോച്ചാൻ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കരയിലുള്ള പോലെയല്ല, കടലിൽ നമ്മൾ സർവൈവ് ചെയ്യണേ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. സോ ടോട്ടോച്ചാനിന് എന്തൊക്കെയോ ബുദ്ധിമുട്ട് തോന്നി. ആസ് ഡിഡ് സം അതേഴ്സ്. അതുപോലെ മറ്റ് കുട്ടികൾക്കും ഈ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. അപ്പം ഈ അസ്വസ്ഥത മറ്റു കുട്ടികൾക്ക് തോന്നിയ പോലെ തന്നെ നമ്മളുടെ ടോട്ടോച്ചാനും ഫീൽ ചെയ്തു. വെൻ ദ ഷിപ്പ് റോക്ക്ഡ് മീൻസ് ഇങ്ങനെ ആടി ഉലയുന്നതിനാണ് റോക്ക്ഡ് എന്ന് പറയാം. വൺ ഓഫ് ദ ഓൾഡർ ബോയ്സ് സ്റ്റുഡ് amidship and ran from one side to the other saying oops. അപ്പോൾ നമ്മളുടെ കപ്പൽ ഇങ്ങനെ ആടി ഒലഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വൺ ഓഫ് ദ ഓൾഡർ ബോയ്സ് എന്ന് പറഞ്ഞാൽ ആ കുട്ടികളിൽ ഇപ്പം 6ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണല്ലോ പോയിട്ടുള്ളത്. അപ്പം അതിലുള്ള ഏറ്റവും വലിയ ഒരു ബോയ് എന്ത് ചെയ്തു, അമിഡ്ഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മധ്യത്തിൽ നിന്നുള്ളതാണ്, നടുക്ക്. അപ്പോൾ എവിടെയാണ് പോയി നിന്നത്, ഷിപ്പിൻ്റെ നടുക്ക് പോയി നിന്നു. ഈ ഒരു ഷിപ്പ് ആടി ഉലയാതെ നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് കുട്ടി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ആൻഡ് റാൻ ഫ്രം വൺ സൈഡ് ടു ദ അതർ സേയിങ് ഊപ്സ്. അപ്പം ഈ ഒരു കപ്പൽ ആടി ഉലയുന്ന കൂട്ടത്തിൽ ഈ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കുട്ടി ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, താൻ ആ ഒരു കപ്പലിൻ്റെ മധ്യത്തിൽ പോയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ, നടുക്ക് പോയി നിന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷിപ്പ് ആടി ഉലയില്ല. അതിന് വേണ്ടിയിട്ടാണ് കുട്ടി ട്രൈ ചെയ്തത്. പക്ഷേ കപ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയാണ്. അതിനനുസരിച്ച് ആ കുട്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സേയിങ് ഊപ്സ് എന്ന് പറഞ്ഞൊരു ശബ്ദം ഉണ്ടാക്കി. ഇറ്റ് വാസ് സോ ഫണ്ണി ദാറ്റ് ദ ചിൽഡ്രൻ കുഡൻറ്റ് ഹെൽപ്പ് ലാഫിങ് ഈവൻ ദോ ദേ ഫെൽ സോ സീസിക്ക്. അപ്പോൾ ഈ കുട്ടികളൊക്കെ
സീ സിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടലിൽ പോയാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അതിനാണ് സീ സിക്ക് എന്ന് പറയാം. ഛർദിയൊക്കെ ഉണ്ടാവും ചിലർക്ക്. അപ്പം ആ ഒരു കാര്യം, അപ്പം ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്ന ആ ഒരു കുട്ടികളെ പോലും എന്താണ് ചിരിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഇവൻ്റെ ഈ ഒരു കാര്യം കണ്ടിട്ട്. അവർക്കത് ഫണ്ണിയായിട്ട് ഫീൽ ചെയ്യാണ്. When they disembarked, the Oops boy began to feel sick just when everyone else had recovered and was feeling fine. അപ്പോൾ ഊപ്സ് ബോയ് എന്ന് ഇവിടെ പറയുന്നത് ആ ഒരു കപ്പലിൻ്റെ മധ്യത്തിൽ പോയി നിന്നിട്ടുള്ള ആ ഒരു കുട്ടീനെയാണ്, പേര് കൊടുക്കാതെ ഊപ്സ് ബോയ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വെൻ ദേ ഡിസെംബാർക്ഡ്, എംബാർക്ഡ് നമ്മൾ ഓൾറെഡി കണ്ടു, എന്താണ് കപ്പലിൽ കയറുക. ഡിസെംബാർക്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പലിൽ നിന്ന് ഇറങ്ങുക, ഷിപ്പിൽ നിന്ന് ഇറങ്ങുന്നതിനെയാണ് എന്ത് പറയുക, ഡിസെംബാർക്ഡ് എന്ന് പറയുക. അപ്പോൾ വെൻ ദേ ഡിസെംബാർക്ഡ്, അവർ ആ ഒരു ഷിപ്പിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ദ ഊപ്സ് ബോയ് ബിഗാൻ ടു ഫീൽ സിക്ക്. അപ്പോൾ ഈ ഊപ്സ് ബോയ്ക്ക് എന്താണ്, അവന് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ട് തോന്നാൻ തുടങ്ങി. ജസ്റ്റ് വെൻ എവ്രി വൺ എൽസ് ഹാഡ് റിക്കവേർഡ് ആൻഡ് വാസ് ഫീലിംഗ് ഫൈൻ. അപ്പോഴത്തേക്ക് എന്താണ്, മറ്റുള്ള കുട്ടികൾ എന്താണ് ഒന്ന് റിക്കവർ ചെയ്ത്, ആ ഒരു സിക്നസ്സിൽ നിന്ന് റിക്കവർ ചെയ്ത് വരികയും അവരെല്ലാവരും ഒന്ന് ഓക്കെ ആയ സമയത്ത് നമ്മളുടെ ഊപ്സ് ബോയ്ക്ക് ഈ ഒരു സിക്നസ് എന്താണ് തുടങ്ങി എന്ന് പറയാണ്. The spa at Toy was in a quite beautiful village on the sea surrounded by wooded hills. സ്പാ എന്ന് ഇവിടെ പറയുന്നത് ഹോട്ട് സ്പ്രിങ്ങിനെ തന്നെയാണ് കേട്ടോ. അറ്റ് ടോയിലുള്ള ഈ ഒരു ഹോട്ട് സ്പ്രിങ് വാസ് ഇൻ എ ക്വയറ്റ്, അതായത് ഒരു ശാന്തമായ അതുപോലെ ബ്യൂട്ടിഫുൾ വില്ലേജ്, ശാന്തമായ ഒരു ബ്യൂട്ടിഫുൾ വില്ലേജിലാണ്. ഓൺ ദ സീ സറൗണ്ടഡ് ബൈ വുഡഡ് ഹിൽസ്, അവിടെയുള്ള ആ ഒരു കടൽ സറൗണ്ട് ചെയ്ത് ചുറ്റപ്പെട്ട് നിൽക്കുന്നത് എന്താണ്, വുഡഡ് ഹിൽസ് ആണ്. അതായത് മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മലകളാൽ ചുറ്റപ്പെട്ട ആണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെ ആ ഒരു സ്ഥലം എന്താണ്, വളരെ ക്വയറ്റുമാണ്, അതുപോലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജുമാണ്. ആഫ്റ്റർ എ ഷോർട്ട് റെസ്റ്റ്, ഇവർ യാത്ര ചെയ്ത് വന്നതാണല്ലോ, അപ്പം ഇവരെന്ത് ഇത് ഒരു റെസ്റ്റ് എടുത്തു, കുറച്ച് സമയം ഒരു എന്താണ് വിശ്രമിച്ചു. ദ ടീച്ചേഴ്സ് ടുക്ക് ദ ചിൽഡ്രൻ ഡൗൺ ഫോർ എ സ്വിം ഇൻ ദ സീ. അപ്പോൾ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ടീച്ചേഴ്സ് എന്താണ് കുട്ടികളെ സ്വിം ചെയ്യാൻ വേണ്ടിയിട്ട്, നീന്താൻ വേണ്ടിയിട്ട് കടലിലേക്ക് കൊണ്ടുവരുവാണ്. ഇറ്റ് വാസൻറ്റ് ലൈക്ക് ദ സ്വിമ്മിംഗ് പൂൾ അറ്റ് സ്കൂൾ. ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് അവരുടെ സ്കൂളിലുള്ള സ്വിമ്മിംഗ് പൂള് പോലെ ആയിരുന്നില്ല അവർക്ക് സ്വിം ചെയ്യാനുള്ള ആ ഒരു സീ എന്ന് പറയുന്നത്. സോ ദേ വോർ ദെയർ സ്വിമ്മിങ് സ്യൂട്ട്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്തു, അവരുടെ സ്വിമ്മിങ് സ്യൂട്ട്സ് ഒക്കെ എടുത്ത് ധരിച്ചു. വോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധരിച്ചു എന്നുള്ളതാണ് കേട്ടോ. സ്വിമ്മിങ് സ്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പിക്ചറിൽ നമ്മൾ കാണുന്നില്ലേ കുട്ടികൾ ഇട്ടിരിക്കുന്നത്, നമ്മൾ സ്വിം ചെയ്യുമ്പോൾ നീന്തുമ്പോൾ ഇടുന്ന ആ ഒരു വസ്ത്രത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്വിമ്മിങ് സ്യൂട്ട്സ് എന്ന് പറയുക. അത് തലയിലും മുടി, അതായത് തല നനയാതിരിക്കാൻ വേണ്ടി തലയിലും ഉണ്ട്, അതുപോലെ ശരീരത്തിൽ ഒട്ടി നിൽക്കുന്ന തരത്തിലുള്ളൊരു വസ്ത്രധാരണമാണ് ഈ സ്വിമ്മിങ് സ്യൂട്ട്സ് എന്ന് പറയുന്നത്. അത് ആ കുട്ടികൾ ഇട്ടിട്ടുള്ളത് നമുക്ക് കാണാം ആ ഒരു പിക്ചറിൽ. ദ ഹോട്ട് സ്പ്രിങ് ഇൻ ദ സീ വാസ് മോസ്റ്റ് അൺയൂഷ്വൽ. അപ്പോൾ ഈ സീയിലുള്ള ഈ ഒരു ഹോട്ട് സ്പ്രിങ് എന്ന് പറയുന്നത് എന്താണ്, അൺയൂഷ്വൽ ആണെന്നാണ് പറയുന്നത്. അതായത് അപൂർവമായിട്ട് കാണുന്നതാണ്. എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുമോ, ഇല്ല. അപ്പോൾ ഈ ഒരു ഹോട്ട് സ്പ്രിങ് എന്ന് പറയുന്നത് എന്താണ്, അൺയൂഷ്വൽ ആണ് എന്ന് പറയാണ്. ഇറ്റ് വാസ് നോട്ട് എൻക്ലോസ്ഡ്. എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേലി കെട്ടി സെപ്പറേറ്റ് ആക്കുന്നതില്ലേ, അതിനാണ് നമ്മൾ എൻക്ലോസ്ഡ് എന്ന് പറയുക. സോ ദർ വാസ് നോ ലൈൻ സെപ്പറേറ്റിംഗ് ദ ഹോട്ട് സ്പ്രിങ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ സീ. അതായത് ഈ ഒരു ഹോട്ട് സ്പ്രിങ് ഉള്ള ഭാഗവും അതുപോലെ കടലിൻ്റെ എന്താണ് റെസ്റ്റ് ഓഫ് ദ സീ ബാക്കിയുള്ള ഭാഗവും തമ്മിൽ ഒരു സെപ്പറേറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു മതിൽ കെട്ടിവെക്കോ എന്തെങ്കിലും ഒരു ലൈനോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ഒരേപോലെ തന്നെയാണ് കിടക്കുന്നത്, ഹോട്ട് സ്പ്രിങ്ങും അതുപോലെ റെസ്റ്റ് ഓഫ് ദ സീയും. ഇഫ് യു ക്രോച്ച്ഡ് down where you were told the hot spring was, the hot water came up to your neck. അതായത് നിങ്ങൾ കുനിഞ്ഞ് നിൽക്കുന്ന ആ ഒരു സമയത്ത് ആ ഒരു വെള്ളം ഈ ഹോട്ട് സ്പ്രിങ് ഉള്ള ഭാഗത്ത് നിങ്ങളുടെ നെക്ക് വരെ ഉണ്ടായിരിക്കും എന്ന് പറയാണ്. ഇറ്റ് ഫെൽറ്റ് ലവ്ലി ജസ്റ്റ് ലൈക്ക് ബീയിങ് ഇൻ എ ഹോട്ട് ബാത്ത്. അപ്പോൾ ഒരു ഹോട്ട് ബാത്ത് ചെയ്യുന്നത് പോലെ ആണ് ഇവർക്ക് ഈ ഒരു എന്താണ് ഹോട്ട് സ്പ്രിങ്ങിൽ സ്വിം ചെയ്യുന്നത് ഫീൽ ചെയ്തത്. അവർക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. Those days the seashore was so deserted. അപ്പോൾ ഇൻ ദോസ് ഡേയ്സ് മീൻസ് അവർ ആ ഒരു ട്രിപ്പ് പോയിരുന്ന ആ ഒരു സമയത്ത് ദ സീഷോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടൽ തീരം വാസ് സോ ഡെസേർട്ടഡ് മീൻസ് ഇവിടെ വിജനമായിരുന്നു എന്നുള്ളതാണ്. അതായത് ആ ഒരു സീഷോറിൽ കടൽ തീരത്ത് ആരും ഉണ്ടായിരുന്നില്ല ഇവർ അവിടേക്ക് ട്രിപ്പ് പോയ സമയത്ത്. ഇറ്റ് വാസ് ലൈക്ക് ബീയിങ് ഓൺ ദെയർ ഓൺ പ്രൈവറ്റ് ബീച്ച്. അപ്പോൾ അവർക്ക് അത് അവരുടെ സ്വന്തമായിട്ടുള്ളൊരു ബീച്ചാണ്, അവരുടെ പ്രൈവറ്റ് ബീച്ചായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്തത്. കാരണം അവർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ.
The children reveled in this unusual hot spring sea bathing. അപ്പോൾ ഈ റിവൽഡ് മീൻസ് ആനന്ദം, സന്തോഷിക്കുക. അവർ എന്താണ് അതൊന്ന് എക്സ്പ്ലോർ ചെയ്തിരുന്നു, നന്നായിട്ട് അവർ ആസ്വദിച്ചിരുന്നു എന്നുള്ളതാണ്. ആ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഹോട്ട് സ്പ്രിങ്ങിൽ ആ ഒരു സീ ബാത്തിങ് ഒക്കെ അവർ നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. വെൻ ദേ ഗോട്ട് ബാക്ക് ടു ദ ഹൗസ് ഇൻ ദ ഈവനിങ് ആഫ്റ്റർ സ്റ്റേയിങ് ഇൻ ദ വാട്ടർ സോ ലോങ് ദെയർ ഫിംഗേഴ്സ് വർ എ മാസ് ഓഫ് റിങ്കിൾസ്. അപ്പോൾ ഈ കുട്ടികൾ ഈവനിങ് ആവുന്ന സമയത്ത് അവരുടെ സ്റ്റേ ചെയ്യാനുള്ള ഹൗസിലേക്ക് തിരിച്ചു പോകും അല്ലേ. അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് ഇവർ ഒരുപാട് സമയം വെള്ളത്തിൽ കിടന്നിട്ടാണ് പോകുന്നത്. സ്വിമ്മിയും കളിക്കുകയും ഒക്കെ ചെയ്ത് ഒരുപാട് സമയം വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. സ്റ്റേയിങ് ഇൻ ദ വാട്ടർ സോ ലോങ്, ഒരുപാട് സമയം കിടക്കുന്നുണ്ട്. ദെയർ ഫിംഗേഴ്സ് വർ എ മാസ് ഓഫ് റിങ്കിൾസ്. റിങ്കിൾസ് എന്ന് പറഞ്ഞാൽ ചുളിവുകൾ. അപ്പോൾ ഈ കുട്ടികൾ തിരിച്ചു പോകുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ നിറയെ റിങ്കിൾസ് ഉണ്ടാവും. നമ്മൾ ഒരുപാട് സമയം വെള്ളത്തിൽ ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ ചുളിവുകൾ വന്നതായിട്ട് കാണാം. അപ്പോൾ അതേപോലെ ഈ കുട്ടികളുടെ കയ്യിലും റിങ്കിൾസ് ഉണ്ടായി എന്ന് പറയണം. ഈച്ച് നൈറ്റ് വൺസ് ദേ വർ ട്രക്ഡ് ഇൻ ടു ദെയർ ക്വിൽസ്. ക്വിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കിടക്ക, അതിനാണ് ക്വിൽസ് എന്ന് പറയുക. ദ ചിൽഡ്രൻ ടുക്ക് ടേൺസ് ടെല്ലിങ് ഗോസ്റ്റ് സ്റ്റോറീസ്. അപ്പം ഇവർ എല്ലാ രാത്രിയിലും ഇവർ കിടക്കാൻ പോകുന്ന സമയത്ത് അവരുടെ ചെറിയ കിടക്കയിലാണ് അവർ കിടക്കുക. ആ കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഈ കുട്ടികൾ ചിൽഡ്രൻ ടുക്ക് ടേൺസ് ടെല്ലിങ് ഗോസ്റ്റ് സ്റ്റോറീസ്, അതായത് ഗോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രേത കഥകളൊക്കെ പറയും. ടോട്ടോ ചാൻ ആൻഡ് ദ അതർ ഫസ്റ്റ് ഗ്രേഡേഴ്സ് ഗോട്ട് സോ ഫ്രൈറ്റൻഡ് ദാറ്റ് ദേ ക്രൈഡ്. അപ്പം ഈ പ്രേതകഥകൾ പറയുന്ന സമയത്ത് നമ്മളുടെ ടോട്ടോ ചാനും അതേപോലെ അതർ ഫസ്റ്റ് ഗ്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളും ഒക്കെ എന്ത് ചെയ്യാണ്, ഗോഡ് സോ ഫ്രൈറ്റൻഡ്, അവർക്ക് ഭയങ്കരമായിട്ട് പേടിയാവാണ്. ദാറ്റ് ദേ ക്രൈഡ്, എന്നിട്ട് അവർ കരയും ഈ പ്രേതകഥകൾ കേട്ടിട്ട്. ബട്ട് ഇൻ സ്പൈറ്റ് ഓഫ് ദെയർ ടിയേഴ്സ്, പക്ഷേ അവർക്ക് കണ്ണീരൊക്കെ വരുന്നുണ്ട്, പേടിച്ചിട്ട് കരയുകയാണെങ്കിൽ കൂടിയും ദേ വുഡ് ആസ്ക് ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻഡ്. അവർ പിന്നീട് ചോദിക്കാം, അതിനുശേഷം എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കും. പേടിയാവുന്നുണ്ട്, കരച്ചിലൊക്കെ വരുന്നുണ്ട്, കണ്ണീരൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് എന്താണ് സംഭവിക്കുന്നത് പിന്നീട് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ട് ഇനി എന്താ സംഭവിച്ചത് അങ്ങനെ ചോദിക്കും എന്ന് പറയണം. ലാസ്റ്റ് പാരഗ്രാഫ് നോക്കാം. അൺലൈക്ക് ക്യാമ്പിംഗ് ഇൻസൈഡ് ദ സ്കൂൾ ആൻഡ് ദ ബ്രേവറി ടെസ്റ്റ്, ദ 3 days സ്റ്റേ അറ്റ് ടോയ്സ് സ്പാ വാസ് എ റിയൽ ലൈഫ് എക്സ്പീരിയൻസ്. എന്താ പറയുന്നത്, അൺലൈക്ക് ക്യാമ്പിംഗ് ഇൻസൈഡ് ദ സ്കൂൾ, അപ്പോൾ ഇവരുടെ സ്കൂളിൽ ക്യാമ്പ്സൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്യാമ്പ് പോലെ അല്ല, അതേപോലെ ദ ബ്രേവറി ടെസ്റ്റ് എന്ന് വെച്ചാൽ ധൈര്യ പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ടായിരുന്നു, അതുപോലെ അല്ല ഈ ഒരു ടോയിലുള്ള ഇവരുടെ എക്സ്പീരിയൻസ്. The 3 days stay at Toy Spa was a real life experience. അതായത് ടോയിൽ അവർ സ്പെൻഡ് ചെയ്ത 3 days-ഉം വാസ് എ റിയൽ ലൈഫ് എക്സ്പീരിയൻസ്, ഒരു യഥാർത്ഥ ജീവിതാനുഭവങ്ങൾ തന്നെയായിരുന്നു എന്ന് പറയാണ്. ദർ വാസ് എ ഫോറസ്റ്റ് ഫുൾ ഓഫ് സിക്കഡാസ് ആൻഡ് എ ഷോപ്പ് വെർ യു കുഡ് ബൈ പോപ്സിക്കിൾസ്. അപ്പോൾ അവിടെ ഒരു ഫോറസ്റ്റ് ഉണ്ട്, അതെന്ന് പറയുന്നത് ഫുൾ ഓഫ് സിക്കഡാസ് ആണ്, അതായത് ചീവീടുകളാണ്. ആൻഡ് എ ഷോപ്പ്, ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, വെർ യു കുഡ് ബൈ പോപ്സിക്കിൾസ്. അവിടെ ആ ഒരു ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് അവർക്ക് പോപ്സിക്കിൾസ് വാങ്ങാൻ പറ്റുമായിരുന്നു. പോപ്സിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോലൈസ് ഉണ്ടല്ലോ അത്, അപ്പോൾ അത് വാങ്ങാൻ പറ്റുമായിരുന്നു എന്ന് പറയണം. ആൻഡ് ദേ മെറ്റ് എ മാൻ ഓൺ ദ ബീച്ച് ഹു വാസ് ബിൽഡിങ് എ ബിഗ് വുഡൻ ബോട്ട് ഓൾ ബൈ ഹിംസെൽഫ്. അപ്പം അവിടെ വെച്ച് അവരൊരു ആളെ കാണുകയാണ്, ഒരു മാൻ, പിക്ചറിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരാളെ മീറ്റ് ചെയ്യുകയാണ്. എന്നിട്ടോ ഓൺ ദ ബീച്ചിൽ വെച്ചിട്ടാണ്. ഹു വാസ് ബിൽഡിങ് എ ബിഗ് വുഡൻ ബോട്ട്. അദ്ദേഹം ഒരു വലിയ വുഡൻ ബോട്ട്, മരം കൊണ്ടുള്ള ഒരു വലിയൊരു ബോട്ട് അയാൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾ ബൈ ഹിംസെൽഫ്, എല്ലാം ചെയ്യുന്നത് അദ്ദേഹം തന്നെയാണ്. ആ ഒരു ബോട്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ്, ആ മാൻ തന്നെയാണ് ചെയ്യുന്നത്. ഇറ്റ് വാസ് ഓൾറെഡി ബോട്ട് ഷേപ്ഡ്. ഇപ്പോൾ അത് നിർമ്മിച്ച് ഏകദേശം ബോട്ടിൻ്റെ ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. ദ ഫസ്റ്റ് തിങ് ഈച്ച് മോർണിംഗ് ദേ ഡിഡ് was to run down to the beach to see how much more he had done. അപ്പോൾ ഈ ഒരു കുട്ടികൾ രാവിലെ ഉറക്കം
എണീറ്റതിന് ശേഷം രാവിലെ ആയി കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യും, വേഗം ബീച്ചിലേക്ക് ഓടും. എന്നിട്ടോ ഈ ഒരാൾ ഈ ബോട്ടിൻ്റെ പണി എവിടെ വരെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് അവർ പോയി നോക്കുമായിരുന്നു. ദ മാൻ ഗേവ് ടോട്ടോച്ചാൻ എ വെരി ലോങ് ആൻഡ് കേളി വുഡ് ഷേവിങ്. അപ്പം ഈ ഒരു മാന് ടോട്ടോച്ചാനിന് ഒരു ചീകി മിനിക്കൊരു വുഡൻ ഷേവിങ്, അതായത് ഒരു തടി കഷ്ണം, അത് ഈ ഒരു ടോട്ടോച്ചാന് ഗിഫ്റ്റായിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. പേജ് നമ്പർ 63 നോക്കാം. ഹൗ അബൌട്ട് എ സോണീർ ഫോട്ടോഗ്രാഫ് ആസ്ക്ഡ് ദ ഹെഡ് മാസ്റ്റർ വെൻ ദേ വേർ ടു ലീവ്. അപ്പോൾ അവർ ആ ഒരു സ്ഥലത്തുനിന്ന് തിരിച്ച് പോവാൻ നോക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്താണ്, ഹെഡ് മാസ്റ്റർ ചോദിക്കുകയാണ് ഹൗ അബൌട്ട് എ സോണീർ ഫോട്ടോഗ്രാഫ്, അതായത് നമ്മൾ ഓർമ്മയ്ക്ക് വേണ്ടി എടുത്തു വെക്കില്ലേ, അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫ് നമുക്ക് ഫോട്ടോ എടുത്തു വെച്ചാലോ എന്ന് ഹെഡ് മാസ്റ്റർ ചോദിക്കുകയാണ്. ദേ ഹാഡ് നെവർ ഹാഡ് എ ഫോട്ടോഗ്രാഫ് ടേക്കൺ ഓഫ് ഓൾ ഓഫ് ദം ടുഗെദർ ആൻഡ് ദ ചിൽഡ്രൻ വർ എക്സൈറ്റഡ് അറ്റ് ദ ഐഡിയ. അപ്പം ഈ ടോട്ടോച്ചാനും അവരുടെ ഫ്രണ്ട്സും ഒക്കെ ഒരുമിച്ച് ഇതുവരെ ഒരു ഫോട്ടോഗ്രാഫ് എടുത്തിട്ടില്ല, അതായത് ഒരു ഫോട്ടോ എടുത്തിട്ടില്ല. അപ്പം ആ ഒരു ഐഡിയയിൽ, ഈ ഒരു ഫോട്ടോ എടുക്കാമെന്നുള്ള ഒരു ഐഡിയയിൽ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നോ സൂണർ വാസ് ദ ഹെഡ് മാസ്റ്റർ റെഡി വിത്ത് ഹിസ് ക്യാമറ ദാൻ someone had gone to the toilet. അപ്പം ഹെഡ് മാസ്റ്റർ എന്താണ്, ക്യാമറയൊക്കെ ആയിട്ട് കുട്ടികളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി റെഡിയായി വന്നപ്പം കുറച്ച് പേര് എന്ത് ചെയ്തു, ടോയ്ലറ്റിൽ പോയി. Then someone else had his gym shoes on the wrong feet and had to change them around. അപ്പോൾ വേറെ കുറച്ച് കുട്ടികൾ എന്താണ്, അവരുടെ ജിം ഷൂസ് കാല് മാറിയിട്ടാണ് ഇട്ടുള്ളത്, അതായത് റോങ് ഫീറ്റിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് അവർ ചേഞ്ച് ചെയ്ത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. വെൻ ഹി ഫൈനലി സെഡ് ഈസ് എവറി വൺ റെഡി. അപ്പോൾ അവസാനം ഹെഡ് മാസ്റ്റർ ചോദിക്കുകയാണ് ഈസ് എവറി വൺ റെഡി, എല്ലാവരും റെഡിയായോ? 1 or 2 ഓഫ് ദ ചിൽഡ്രൻ വെർ ലെയിങ് ഓൺ ദ ഗ്രൗണ്ട്. അപ്പം 1-2 കുട്ടികൾ ആ ഒരു ഗ്രൗണ്ടിൽ കിടക്കുകയാണ്. ലൈങ് മീൻസ് കിടക്കുകയാണ്. ദേ ഹാഡ് ബിക്കം ടയേർഡ് ഓഫ് ഹോൾഡിങ് ദെയർ പോസസ് സോ ലോങ്. അപ്പം ഈ കിടക്കുന്ന കുട്ടികൾ എന്താണ്, ഒരുപാട് സമയം ഈ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്ത് അവർ ടയേർഡായി. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്, അവിടെ ഗ്രൗണ്ടിൽ കിടന്നത്. ഇറ്റ് വാസ് എ ബിഗ് പ്രോബ്ലം ഗെറ്റിംഗ് എവ്രി വൺ റെഡി ഫോർ ദ ഫോട്ടോഗ്രാഫ്. അപ്പോൾ ഈ ഒരു ഫോട്ടോഗ്രാഫ് എല്ലാവരെയും ഒരുമിച്ച് നല്ലപോലെ എടുക്കുക എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. ദ വോൾ പ്രോസസ് ടുക്ക് എ വെരി ലോങ് ടൈം. അപ്പോൾ ചെറിയ കുട്ടികളല്ലേ, അതുകൊണ്ട് ഈ ഒരു പ്രോസസ്സ്, അതായത് ഈ ഒരു ഫോട്ടോ എടുക്കുന്ന കാര്യം എന്ന് പറയുന്നത് എടുക്കുന്നത് കുറച്ച് എന്താണ്, ലോങ് ടൈം പ്രോസസ്സായിരുന്നു. ഒരുപാട് സമയം നീണ്ടു നിന്നിട്ടുള്ള ഒരു പ്രോസസ്സായിരുന്നു. എല്ലാവരെയും ഒരേപോലെ നിർത്തി നല്ല വൃത്തിക്ക് ഫോട്ടോ എടുക്കണമല്ലോ. അപ്പോൾ കുട്ടികളാണ്, അപ്പോൾ അവർക്ക് ഇങ്ങനെ എന്താണ്, എല്ലാവരും ഓരോ പോലെ ആയിരിക്കും നിൽക്കുക. അപ്പോൾ എല്ലാവരെയും ഒരേപോലെ നിരത്തി നിർത്തി ഫോട്ടോ എടുക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണെന്ന് പറയണം. ലാസ്റ്റ് പാരഗ്രാഫ് നോക്കാം. ബട്ട് ദാറ്റ് ഫോട്ടോഗ്രാഫ് വിത്ത് ദ സീ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ആ ഒരു ഫോട്ടോഗ്രാഫ് എടുത്തിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ടിൽ സീ ഉള്ള പോലെയാണ്. അതായത് ഈ കുട്ടികൾ എവിടെയാണ് നിൽക്കുന്നത്, സീൻ്റെ ഫ്രണ്ടിലാണ്, സീ ഷോറിലാണ്, ബാക്ക്ഗ്രൗണ്ടിൽ സീ ആണ് നമ്മൾ ആ ഒരു ഫോട്ടോയിൽ കാണുന്നത് പോലെ. ആൻഡ് ഈച്ച് ചൈൽഡ് പോസിങ് അക്കോർഡിംഗ് ടു ഹിസ് ഓർ ഹെർ ഫാൻസി. അപ്പോൾ ഓരോ കുട്ടികളും പോസ് ചെയ്തിരിക്കുന്നത് അവരുടേതായ ഒരു സങ്കല്പത്തിലാണ്. became a treasured possession for each of them. treasured means അമൂല്യമായിട്ടുള്ള, പൊസഷൻ മീൻസ് സ്വത്ത്. അപ്പം ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഓരോ കുട്ടികൾക്കും എന്താണ്, ഒരു അമൂല്യമായ സ്വത്ത് തന്നെയാണ്. വൺ ലുക്ക് അറ്റ് ഇറ്റ് ആൻഡ് മെമ്മറീസ് വുഡ് ഫ്ലഡ് ബാക്ക്. അപ്പോൾ ഒരാൾ ഈ ഒരു ഫോട്ടോയിലേക്ക് നോക്കിക്കഴിയുന്ന സമയത്ത്, അതായത് വലുതായതിന് ശേഷം എന്താണ്, അവരുടെ ഓർമ്മകൾ ഇങ്ങനെ തിരിച്ച് അവരുടെ അടുത്തേക്ക് വരും. ടോട്ടോച്ചാൻ നെവർ ഫോർഗോട്ട് ദ ഫസ്റ്റ് ഹാപ്പി സമ്മർ വെക്കേഷൻ. അതായത് ഈ ഒരു ഫസ്റ്റ് ഹാപ്പി ആയിട്ടുള്ള സമ്മർ വെക്കേഷൻ ടോട്ടോച്ചാൻ ഒരിക്കലും എന്താണ് മറക്കാൻ കഴിയില്ല എന്ന് പറയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു സ്റ്റോറി ഉള്ളത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.